6ാം ക്ലാസ്സിൽ തന്നെ ഫെയിലായ ഒരു കുട്ടി. അവരുടെ അച്ഛനാണെങ്കിൽ ദിവസം 25 രൂപ മാത്രം സമ്പാദിക്കുന്ന ഒരു കൂലിക്കാരൻ. ഈ കുട്ടി എങ്ങനെ 3000 കോടി രൂപയുടെ ഇഡ്ഡലി ദോശ ബിസിനസ് ആരംഭിച്ചു? ഇതാണ് ID ഫ്രഷിന്റെ കഥ. 1973 വയനാട്ടിലാണ് PC മുസ്തഫ ജനിച്ചത്. കൂലിപ്പണി ആയതുകൊണ്ട് മുസ്തഫയ്ക്ക് 3 നേരത്തെ ഭക്ഷണം കിട്ടാൻ തന്നെ പാടായിരുന്നു. ഇത് കാരണം മുസ്തഫയും ഫാമിലിയെ സഹായിക്കാൻ വേണ്ടി ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ്റെ ഒപ്പം ജോലി ചെയ്യാൻ തുടങ്ങി. മണ്ണിൽ നിന്ന് ഇഞ്ചി എടുക്കുകയായിരുന്നു അവരുടെ ജോലി. അന്ന് മുസ്തഫയ്ക്ക് വെറും 10 രൂപയായിരുന്നു ദിവസം മുഴുവൻ പണിയെടുത്തതിന് കിട്ടിയ വരുമാനം. ഈ പൈസ വളരെ കുറവായതിനാൽ മുസ്തഫ വെക്കേഷൻ സമയത്ത് ഒരു ചെറിയ ചോക്ലേറ്റ് ബിസിനസ് തുടങ്ങി. എല്ലാ ദിവസവും മുസ്തഫ ടൗൺ വരെ 14 കിലോമീറ്ററുകൾ നടക്കുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് ചോക്ലേറ്റ് ബൾക്കായിട്ട് മേടിച്ചിട്ട് അച്ഛൻ്റെ ബെഞ്ചിൽ അമ്മയുടെ സാരി വിരിച്ച് ചോക്ലേറ്റ് വിൽക്കുമായിരുന്നു. ഇതിൽ കൂടെ മുസ്തഫയ്ക്ക് അത്യാവശ്യം ക്യാഷ് ഉണ്ടാക്കാൻ പറ്റി. പിന്നെ ഈ ചോക്ലേറ്റ് വിറ്റ് ക്യാഷ് ഉപയോഗിച്ച് 2 ആടിനെ മേടിച്ചു. പിന്നീട് ഈ ആടുകളെ ട്രേഡ് ചെയ്ത് ഒരു പശുവിനെ മേടിച്ചു. പിന്നീട് ഈ പശു ആയിരുന്നു ഫാമിലിയിൽ റെഗുലറായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഒക്കെ ഇടയിൽ മുസ്തഫയ്ക്ക് സ്കൂളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് മുസ്തഫ 6ാം ക്ലാസ്സിൽ തന്നെ ഫെയിലായിപ്പോയി. ഇത് കാരണം മുസ്തഫ അച്ഛൻ്റെ ഒപ്പം ജോലി കണ്ടിന്യൂ ചെയ്തു. പക്ഷേ പാരൻസും അവിടുത്തെ ടീച്ചേഴ്സും കാരണം മുസ്തഫയെ സ്കൂളിലേക്ക് തിരിച്ചെടുത്തു. ഈ ഒരു ചെറിയ ഡിസിഷനായിരുന്നു മുസ്തഫയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. കാരണം ഇപ്രാവശ്യം മുസ്തഫ സ്കൂളിലെ എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നതിന് പകരം ഒരു സബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്തു. ആ ഒരു സബ്ജക്റ്റ് ആയിരുന്നു മാത്സ്. ഇത് കാരണം അടുത്ത വർഷം മുസ്തഫയായിരുന്നു സ്കൂളിലെ മാത്സ് ടോപ്പർ. ഇത് മുസ്തഫയുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ ഉയർത്തി. അതുകൊണ്ട് അടുത്ത വർഷം മുസ്തഫയായിരുന്നു എല്ലാ സബ്ജക്റ്റിൻ്റെയും സ്കൂൾ ടോപ്പർ. അങ്ങനെ ഫ്യൂച്ചറിൽ മുസ്തഫ NITയിൽ നിന്നും എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. 2006 പ്ലേസ്മെന്റും കിട്ടി. അങ്ങനെ മുസ്തഫ പോവർട്ടിയിൽ നിന്നും ഒരു നോർമൽ ലൈഫിലേക്ക് രക്ഷപ്പെട്ടു. പക്ഷേ മുസ്തഫയ്ക്ക് ഒരു നോർമൽ ലൈഫ് അല്ലായിരുന്നു വേണ്ടേ, പകരം എന്തെങ്കിലും വലുതായിട്ട് ചെയ്യണമെന്നായിരുന്നു. മുസ്തഫയുടെ ആദ്യത്തെ സാലറി 14,000 രൂപയായിരുന്നു. ഈ കാര്യം അവരുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കാരണം അവർ വിചാരിച്ചത് 14,000 രൂപ ഒരു വർഷത്തെ സാലറിയാണെന്നാണ്. പക്ഷേ ഒരു നോർമൽ ജോലി ചെയ്യുന്ന മുസ്തഫ എങ്ങനെ ഇത്രയും വലിയൊരു ബ്രാൻഡ് ഉണ്ടാക്കി? കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 14,000 സാലറിയിൽ നിന്നും 3 ലക്ഷമായിരുന്നു മുസ്തഫയ്ക്ക് സൗദിയിൽ ജോലി ചെയ്തപ്പോൾ കിട്ടിയത്. പിന്നീട് ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. ഈ ഒരു സമയത്താണ് ഇന്ത്യ ഒരു ട്രാൻസിഷനിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ആർക്കും സമയമില്ലാത്ത കാരണം ആൾക്കാർ റെഡിമെയ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മാഗി, ആശീർവാദ് ആട്ട ഇതുപോലത്തെ പ്രൊഡക്ട്സ് ഒക്കെ പോപ്പുലർ ആവാൻ തുടങ്ങിയത്. അപ്പോഴാണ് മുസ്തഫയ്ക്കും അവരുടെ 4 കസിൻസിനും ഒരു $1 ബില്യൺ ഐഡിയ വന്നത്. 2 കോടി ഇഡ്ഡലിയാണ് ഒരു ദിവസം ബാംഗ്ലൂർ മാത്രം കഴിക്കുന്നത്. അപ്പോൾ ഇന്ത്യ മാത്രം നോക്കുകയാണെങ്കിൽ എത്ര വലിയൊരു നമ്പർ ആയിരിക്കും അത്. ഇത്രയും വലിയൊരു മാർക്കറ്റിൽ ഒരു നല്ല ഇഡ്ഡലി ദോശ ബാറ്റർ ഉണ്ടായില്ല. ഇതായിരുന്നു മുസ്തഫയുടെ $1 ബില്യൺ ബിസിനസ് ഐഡിയ. ചെറിയ കടകളിൽ ഓൾറെഡി ഇഡ്ഡലി ദോശ ബാറ്റർ ലോക്കലി സപ്ലൈ ചെയ്യുന്നുണ്ടായി. പക്ഷേ ഇത് വെറുതെ ഒരു പ്ലാസ്റ്റിക് കവറിൽ റബ്ബർ ബാൻഡ് വെച്ച് കിട്ടിയ ഒരു ഹൈജീനും ക്വാളിറ്റിയും ഇല്ലാത്ത പ്രൊഡക്ട്സ് ആയിരുന്നു. അപ്പോൾ മുസ്തഫ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ ആലോചിച്ചു. അങ്ങനെ ഈ ഐഡിയ ഇൻവെസ്റ്റേഴ്സിനോട് പറഞ്ഞപ്പോൾ അവർക്ക് ഇത് മനസ്സിലായില്ല. അത് കാരണം അവർ ഈ ഐഡിയ റിജക്റ്റ് ചെയ്തു. അതുകൊണ്ട് മുസ്തഫയ്ക്ക് ഇത് ഒറ്റയ്ക്ക് തന്നെ ഫണ്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ മുസ്തഫയ്ക്ക് ഉള്ള സ്ഥലം വിൽക്കേണ്ടി വന്നു. ഈ ക്യാഷ് ഉപയോഗിച്ച് മുസ്തഫ ഒരു 50 സ്ക്വയർ മീറ്ററിലുള്ള കിച്ചൺ, ഗ്രൈൻഡർ, മിക്സർ, പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറും മേടിച്ചു. അങ്ങനെ ബാറ്റർ ഉണ്ടാക്കാനായി കടകളിൽ പോയി റൈസ്, ദാൽ, പിന്നെ ഫെനുഗ്രീക്ക് സീഡ് മേടിച്ചു. പിന്നീട് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഗ്രൈൻഡ് ചെയ്ത് ഇഡ്ഡലി ദോശ ബാറ്ററാക്കി. ഇതെല്ലാം പാക്കേജ് ചെയ്ത് സ്കൂട്ടറിൽ വെച്ച് ചെറിയ കടകളിലേക്ക് സ്വയം ഡെലിവറി ചെയ്തു. പക്ഷേ അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആണെങ്കിൽ വെറും 20 രൂപയ്ക്കായിരുന്നു പ്രോഡക്റ്റ് കൊടുത്തിരുന്നത്. ഇതുവരെ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അവർ 20% മാത്രം റൈസും ബാക്കിയെല്ലാം സോഡയായിരുന്നു ഉപയോഗിച്ചത്. ഇത് ക്വാളിറ്റിയും ടേസ്റ്റും ഇല്ലാത്ത പ്രൊഡക്ട്സ് ആയിരുന്നു. പക്ഷേ അതിന്റെ വില കുറവായതിനാൽ മുസ്തഫയുടെ ക്വാളിറ്റി പ്രൊഡക്ട്സ് എല്ലാവരും മേടിച്ചില്ല. അതുകൊണ്ട് 100 പാക്കറ്റ് ഡെലിവറി ചെയ്ത മുസ്തഫയ്ക്ക് 90 പാക്കറ്റ് തിരിച്ചു കിട്ടി. ഈ 90 പാക്കറ്റ് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ഇതൊരു ഡിസ്കൗണ്ടഡ് പ്രൈസിന് റെസ്റ്റോറൻറ്റ്സിന് കൊടുത്തു. പക്ഷേ ഐഡിയയുടെ പ്രൊഡക്ട്സിന് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത കാരണം 5 ദിവസത്തിനുള്ളിൽ പ്രോഡക്ട്സ് കേടാകും. എന്നുവെച്ചാൽ 5 ദിവസത്തിനുള്ളിൽ പ്രോഡക്ട്സ് വിറ്റ് പോയില്ലെങ്കിൽ അത് അവർക്ക് വലിയ നഷ്ടമായിരിക്കും. അപ്പോൾ ശരിക്കും അവർ എങ്ങനെയാണ് 5 ദിവസത്തിനുള്ളിൽ പ്രോഡക്ട്സ് വിൽക്കുന്നത്? അവരാദ്യം ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ ഒരു വളരെ ജീനിയസ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഉപയോഗിച്ചു.
ഇഡ്ഡലി ദോശ ബാറ്റർ ഉണ്ടാക്കുന്നതിന് 5 പ്രോസസ്സാണ് ഇവർ ഫോളോ ചെയ്യാറ്. ഒന്നാമത്തേതാണ് റൈസും ദാലും ക്ലീൻ ചെയ്തെടുക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇതെല്ലാം ഗ്രൈൻഡ് ചെയ്യും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇതെല്ലാം മിക്സ് ചെയ്യും. പിന്നെ ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് ഫെർമെൻറ്റേഷൻ. ഇത് ഫാക്ടറിയിലല്ല ഫെർമെൻറ്റ് ചെയ്യുന്നത്. കാരണം ഫെർമെൻറ്റ് ചെയ്യാനായി നല്ല രീതിയിൽ സമയമെടുക്കും. അപ്പോൾ കടയിലെത്തുമ്പോഴേക്കും പ്രോഡക്റ്റ് കേടാകും. ഫോർ എക്സാമ്പിൾ, കൊച്ചിയിലെ ഒരു കടയിലേക്ക് ബാറ്റർ സപ്ലൈ ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്തുള്ള ID ഫാക്ടറി 500 കിലോമീറ്റർ അകലെയാണ്. അത് എന്തായാലും കൊച്ചിയിലെത്തുമ്പോഴേക്കും കേടാകും. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാക്കേജിങ് കഴിയുമ്പോൾ തന്നെ പ്രോഡക്ട്സ് ട്രക്കിൻ്റെ ഉള്ളിലേക്ക് കയറ്റും. ഈ ട്രക്ക് കൊച്ചിയിലെത്തുന്ന വഴിയിൽ തന്നെയാണ് ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇത് കൊച്ചിയിലെ കടകളിൽ എത്തുമ്പോഴേക്കും പെർഫെക്റ്റ് കണ്ടീഷനിലായിരിക്കും. അങ്ങനെ പ്രോഡക്ട്സ് വളരെ പതുക്കെയായിരിക്കും കേടാവാൻ തുടങ്ങുന്നത്. ഇന്ത്യയിലെ കസ്റ്റമേഴ്സ് പ്രോഡക്റ്റിൻ്റെ പ്രൈസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാർക്കറ്റാണ്. അതിപ്പോൾ ക്വാളിറ്റി സാക്രിഫൈസ് ചെയ്താണെങ്കിലും വില കുറഞ്ഞ സാധനങ്ങളാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ IDയുടെ പ്രോഡക്ട്സ് വിറ്റ് പോകണമെങ്കിൽ കസ്റ്റമേഴ്സ് അവരെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആയാൽ മാത്രമേ കാര്യമുള്ളൂ. ഈ ഒരു വിശ്വാസം കിട്ടാൻ വേണ്ടി അവർ അവരുടെ പ്രോഡക്ട്സ് കടകളിൽ ഓപ്പൺ ആയിട്ട് വെച്ചു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കടയിൽ കാഷ്യർ ഇല്ല, CCTVയും ഇല്ല. കസ്റ്റമേഴ്സിന് വേണ്ട സാധനങ്ങൾ എടുത്തിട്ട് ക്യാഷ് അതിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായി. ഇതൊരു ട്രസ്റ്റ് ബേസ്ഡ് സിസ്റ്റം ആയിരുന്നു. ഇനിയിപ്പോൾ ക്യാഷ് കൊടുത്തില്ലെങ്കിൽ തന്നെ ആരും ചോദിക്കാൻ വരില്ലായിരുന്നു. എന്നാലും സർപ്രൈസിംഗ്ലി മെജോറിറ്റി ആൾക്കാർ ക്യാഷ് കൊടുത്ത് തന്നെയാണ് പോയത്. ഈ ഒരു ക്യാമ്പയിൻ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഒരു വിശ്വാസം ഉണ്ടാക്കി. കാരണം മുസ്തഫയ്ക്ക് അറിയാം, വിശ്വാസം അങ്ങോട്ട് കൊടുത്താലാണ് തിരിച്ചും കിട്ടുള്ളൂ എന്ന്. ഇത് മാത്രമല്ല, പ്രോഡക്റ്റ് ട്രൈ ചെയ്ത ആൾക്കാർക്ക് അതിന്റെ ക്വാളിറ്റി മനസ്സിലായ കാരണം അവർ അവരുടെ ഫ്രണ്ട്സും ഫാമിലിയോട് IDയുടെ പ്രോഡക്ട്സ് റെക്കമെൻഡ് ചെയ്തു. ആ പ്രോബ്ലം അവിടെ ശരിയായി. പക്ഷേ ലോകത്തിലെ എല്ലാ ബിസിനസ്സുകൾക്കും ഏറ്റവും പ്രയാസമായിട്ടുള്ള ഒരു വർഷമായിരുന്നു 2020. പ്രത്യേകിച്ച് ID ഫ്രഷ് പോലത്തെ ഒരു കമ്പനിക്ക്. ഇവിടെയും അവരൊരു ജീനിയസ് സ്ട്രാറ്റജി ഉപയോഗിച്ചു. കൊറോണ സമയത്ത് പ്രോഡക്ട്സ് വിറ്റ് പോകാൻ വേണ്ടി അവർ 47 ലൊക്കേഷൻസിലേക്ക് അവരുടെ ഡെലിവറി വാൻ അയച്ചു. പിന്നെ ആ വാൻ എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ആക്കി വെച്ചു. കസ്റ്റമേഴ്സിന് വേണ്ട സാധനങ്ങൾ സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് പോകാമായിരുന്നു. ഇവിടെയും കാഷ്യർ ഇല്ല, CCTVയും ഇല്ല. ഇതും ഒരു ട്രസ്റ്റ് ബേസ്ഡ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്തത്. ഈ വഴി അവർക്ക് ബിസിനസ് ചെയ്യാനും പറ്റി, കൂടെ അത്യാവശ്യം ട്രസ്റ്റും ബിൽഡ് ചെയ്യാൻ പറ്റി. ID ഫ്രഷിന്റെ പ്രോഡക്ട്സ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണുള്ളത്. അവരുപയോഗിക്കുന്ന പാക്കേജിംഗ് ഒരു കടയിലിരിക്കുമ്പോൾ അത് കസ്റ്റമേഴ്സിന്റെ അറ്റൻഷൻ എടുക്കുന്ന രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ, അവരുടെ ഗ്രേറ്റഡ് കോക്കനട്ട് ഒരു കോക്കോനട്ടിന്റെ ഉള്ളിൽ തന്നെയാണ്. ID ഫ്രഷിന്റെ വട മേക്കർ തന്നെ നോക്കിയാൽ ധാരാളം ഇന്നോവേഷൻസ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. Squeeze, shape, cut, fry. ഇതുപോലത്തെ ഇന്നോവേഷൻസും പ്രോബ്ലം സോൾവിങ്ങും കാരണമാണ് ID ഫ്രഷ് ഇത്രയും വലിയൊരു ബ്രാൻഡായി മാറിയത്. ഇതുപോലത്തെ ഒരു ബ്രാൻഡായിരുന്നു നിറബറ. പക്ഷേ നിറബറയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഇതറിയാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി.